നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താലാണ് നിഫ്റ്റിനേലും എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. റൈറ്റ് ആയിട്ടുള്ള ഒരു ബൈർ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയോ ആക്റ്റീവ് ആയിട്ടില്ല. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ അപ്പോൾ വരും ദിവസത്തെ അപ്ഡേറ്റുകളിലായാലും ലഭിക്കുന്നതായിരിക്കും. പക്ഷെ നിഫ്റ്റിയുടെ ഒരു കറണ്ട് ഒരു സിറ്റുവേഷനെ കുറിച്ച് നമ്മളത് സൂചിപ്പിച്ചിരുന്നു. കറണ്ട് ഒരു സിറ്റുവേഷൻ കുറച്ചൊരു വീക്ക്നെസ് ട്രെൻഡാണ്. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താൽ മാത്രമാണ് അത് കിട്ടുകയുള്ളൂ. ഇൻട്രാഡേയിൽ ബൈർ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇപ്പോഴും ട്രേഡിൻ്റെ ഒരു പ്ലാൻ വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ലോവർ ലെവലിലേക്കായാലും നിഫ്റ്റിക്കായാലും ഈ ഒരു ലെവലിലാണ് നിഫ്റ്റിയുടെ ഇനി സപ്പോർട്ട് വരുന്നത്. 21,500 അടുത്താണ്, 500-600 റേഞ്ചിന്റെ അടുത്താണ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എപ്പോഴും നല്ലൊരു സപ്പോർട്ടിനാണ് എപ്പോഴും സംഭവിക്കുക. റൈറ്റ് ഒരു മൊമെന്റ് അല്ല, അത് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്ന് ഉള്ള ബൈർ ഓപ്പർച്യൂണിറ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ബൈർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയും കുറച്ച് റിസ്ക് ആണ്. പക്ഷെ ഇൻട്രാഡേയിലും കൃത്യമായിട്ട് മാനേജ് ചെയ്താലാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷനും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആ ഒരു സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൗൺസ് ആണ്. എന്നിരുന്നാലും ഇതൊരു റൈറ്റ് ബൈർ ഓപ്പർച്യൂണിറ്റി അല്ല നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ ഒരു സപ്പോർട്ടും കൂടി ലോവർ ലെവല് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ്. വലിയൊരു മൊമെന്റം മുകളിലേക്കായാലും താഴത്തേക്കായുള്ള ഓപ്പർച്യൂണിറ്റി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താലായിട്ട് ലഭിക്കും. അതുവരെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രെൻഡ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റിയിലും ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, ഇന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഇന്ന് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷെ നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട്, കഴിഞ്ഞ ദിവസത്തെ ഒരു സപ്പോർട്ട് നോക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ഇതിൻ്റെ ഒരു മുകളിലായിരുന്നു നിഫ്റ്റിയിലും ഓപ്പൺ വന്നിരിക്കുന്നത്. 945 നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. 21,945. ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് നിഫ്റ്റിയിലും തുടക്കത്തിലൊരു ബൗൺസ് നടത്തിയിരുന്നത്. എന്നിരുന്നാലും ഇതൊരു സൈഡ് വേസ് ഒരു മൊമെന്റ് ആണ്. നമുക്കൊരു മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഒരു ദിവസങ്ങളിലായാലും നിഫ്റ്റി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ലോവർ ലെവലായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് 21,945 തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് അത് ഇന്നും എക്സാക്റ്റ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് തന്നെ ലോവർ ലെവല് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് വരും. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണോ മുകളിലാണോ അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇതിൻ്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. മുകളിലാണെങ്കിൽ മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് നൽകുക. വരും ദിവസമായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ലോവർ ലെവൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലാക്കി വെക്കുക. 945 താഴെയായാലും നിഫ്റ്റിക്ക് സപ്പോർട്ട് ഉണ്ട് 21,885. ഇപ്പോൾ നിഫ്റ്റി ആയാലും ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാത്രമാണ് നമ്മൾ നൽകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ആ ഒരു റേഞ്ചിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതാണ് ഏറ്റവും സേഫ്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ മാനേജ് ചെയ്താലാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്വിക്കായിട്ട് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ, മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെന്റ് അതുപോലെയാണ്. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് ക്വിക്കായിട്ട് ഈ പറയുന്ന ഒരു സപ്പോർട്ടിൻ്റെ താഴത്തേക്ക് വളരെ ക്വിക്കായിട്ട് പോകുന്നുണ്ടെങ്കിലാണ് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺവേർഡ് മൂവ്മെന്റിന് ഒരു സാധ്യത വരുന്നത്. ഇപ്പോൾ 21,830 താഴെ 21,765 സപ്പോർട്ട്, അതിന് താഴെ 21,710 സപ്പോർട്ട്. അപ്പോൾ 710 താഴെ മാനേജ് ചെയ്യേണ്ടത് 510 സപ്പോർട്ട് വരുന്നത്. 710 താഴത്തേക്ക് വന്നാൽ 710 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് മുകളിലേക്ക് ഒരു മൊമെന്റം. ഇനി ഹയർ ലെവൽ നമുക്ക് നോക്കാം. നിഫ്റ്റി ആയാലും ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 21,730 ആണെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് ഒരു സിംഗിൾ ക്യാനിൽ സ്റ്റോപ്പ് ലൂസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക.
21,945 അടുത്ത റെസിസ്റ്റൻസ്. അടുത്ത റെസിസ്റ്റൻസിന് മുകളിൽ നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 21,945 മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, 22,075 റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ 22,190 അടുത്ത റെസിസ്റ്റൻസ്. 190 മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് 22,240 അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഒരു താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,075 കൂടി താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. വലിയ രീതിയിലുള്ള ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് തിരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് പിന്നെ ബൈ ആക്റ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ അടുത്തൊരു സപ്പോർട്ടിലൊന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. മാർക്കറ്റിലായാലും രണ്ട് സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സപ്പോർട്ടിലാണോ റെസിസ്റ്റൻസിലാണോ അതനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ ചെറിയൊരു ടൈം ഫ്രെയിമിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും സപ്പോർട്ട് കാണുന്നത്, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 46,560 560 മുകളിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 560 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 560 മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റി. പക്ഷേ അടുത്ത റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത റെസിസ്റ്റൻസ് തൊട്ടടുത്ത് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 46,800 800 മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് 46,940 ഇത് ഹയർ ലെവലിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. സ്ട്രോങ് റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 46,560 ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. ഇപ്പോഴും സപ്പോർട്ട് താഴെ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഷോർട്ട്സ് ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകരുത്. അടുത്തൊരു സപ്പോർട്ട് വരെ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. 46,320 അടുത്തൊരു സപ്പോർട്ട്. 320 താഴെ 46,275 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ 275 സപ്പോർട്ടിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ 275 ഹോൾഡ് ചെയ്തുകൊണ്ട് 46,320 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. 46,275 താഴെ വീക്ക്നെസ് ആണ്. 275 താഴെ 46,050 സപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏതാണ് റൈറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി, ഓരോ ദിവസത്തെ ഒരു അപ്ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൻ്റെ ഇലക്ഷന് മുൻപുള്ള ആ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ ഏതൊരു സൈഡിലേക്കായാലും ക്യാച്ച് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.